നിയമസഭാ ഇലക്ഷൻ അടുത്തോടുകൂടി എല്ലാ പാർട്ടികളും എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും വിവിധ സ്ഥലങ്ങളിൽ ഒത്തുകൂടി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയനാട് സുൽത്താൻ ബത്തേരിയിൽ ലക്ഷ്യ എന്ന പേരിൽ ഒരു ലീഡർഷിപ്പ് സബ്മിറ്റ് നടക്കുകയാണ്. അതിനിടയിലാണ് ഒരു ഇടുത്തി പോലെ ഒരു വാർത്ത വരുന്നത്. VD സതീശിനെതിരെ ഒരു അന്വേഷണം, CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നു. എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഇത് ഒരു വർഷം മുമ്പേ നമ്മുടെ അന്തിച്ചർച്ചകളിലും അതുപോലെ നമ്മുടെ പത്രവാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിന്നൊരു സംഭവമാണ് പുനർജനി സംഭവം. അതിൽ VD സതീശൻ അഴിമതി നടത്തി എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന. ഇപ്പോൾ VD സതീശൻ തന്നെ അതിൻ്റെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ല ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പടി കൂടി കഴിഞ്ഞ് ഒരു പടി കൂടി കടന്ന് ആ ലക്ഷ്യയുടെ വേദിയിൽ വെച്ച് തന്നെ KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്, ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ ഇങ്ങനെ തോന്നുമ്പോൾ കേസെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ ശക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ഇലക്ഷൻ അടുത്തപ്പോൾ എതിർ പാർട്ടിക്കാരെ ഒതുക്കുന്നതിന് വേണ്ടി ഭരണകക്ഷിയുടെ നേതൃത്വത്തിൽ പോലീസിനെ ഉപയോഗിച്ച് കേസുകൾ എടുക്കുന്നു എന്നാണോ സാർ പറഞ്ഞു വരുന്നത്? ഞാനങ്ങനെ പറയുന്നില്ല, കോൺഗ്രസ് അങ്ങനെ പറയുന്നു. രാഷ്ട്രീയമായി നേരിടുമെന്ന് VD സതീശനും പറഞ്ഞിട്ടുണ്ട്. എനിക്കതിനകത്ത് അഭിപ്രായമില്ല. ഞാൻ ഈ വാർത്തകൾ മാത്രം പറയുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരു വർഷം മുമ്പേ നടന്നതാണ്. എന്താണ് പുനർജനി? പുനർജനി എന്ന് പറയുന്നത് പാവങ്ങൾക്കുള്ള ഭവന നിർമ്മാണത്തിന് വേണ്ടി VD സതീശൻ്റെ ഒരു ആഭിമുഖ്യത്തിലും മുൻഗണനയിലും ഇനിഷ്യേറ്റീവിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം വിദേശത്തു നിന്ന് ഫണ്ട് പിരിച്ചു. സർക്കാർ ഫണ്ടല്ല, സ്വന്തമായിട്ടുള്ള പരിപാടിയല്ല. അദ്ദേഹം സർക്കാർ MLA എന്ന് പറഞ്ഞ അങ്ങനെ പദ്ധതി ചാണ്ടിയുമ്മനൊക്കെ ചെയ്യുന്നത് പോലെ ഉമ്മൻചാണ്ടി ഭവന പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന ആളുകളെ പുറത്തിറക്കി അവരുടെ വോളണ്ടറി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് പണം പിരിക്കാൻ വേണ്ടി പോയി. അതിൽ കുഴപ്പമില്ല, പണം പിരിച്ച് അങ്ങനെ നടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ സ്വകാര്യമായിട്ട് നടത്തുന്ന ഈ പരിപാടിക്ക് സർക്കാരിൻ്റെ അനുമതി വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്തത്. അത് നമ്മളുടെ നിയമങ്ങളുടെ ലംഘനമാണ്. അതായത് FCRA എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ 2010 ROP അനുബന്ധം 2 റൂൾ C 41 വകുപ്പുകളാണല്ലോ നമ്മുടെ ഭരണഘടനയുടെ അതിന് സത്ത. ആ വകുപ്പ് പ്രകാരം ഇദ്ദേഹം നിയമലംഘനം നടത്തി എന്നുള്ളത്. അതായത് വിദേശത്തു നിന്ന് ഫണ്ട് സ്വീകരിക്കാൻ പാടില്ലെന്നാണോ? ഫണ്ടിൻ്റെ അല്ല. ഫണ്ടിന് പോകുമ്പോൾ നിങ്ങൾ സ്വകാര്യ സന്ദർശനമാണെങ്കിൽ സർക്കാരിൻ്റെ അനുമതി തേടേണ്ട കാര്യമില്ല, സ്വകാര്യമായിട്ട് പോകുമ്പോൾ. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതിവിടെ തേടിയിട്ടുണ്ട്. അതൊരു നിയമലംഘനമാണ്. അത്രയേ ഉള്ളൂ കാര്യം. അല്ല, അനുമതി തേടുന്നത് നിയമലംഘനമാകും. അനുമതി തേടുന്നതാണ് നിയമലംഘനം. കാരണം അത് സർക്കാർ ഒഫീഷ്യലായിട്ടുള്ള പരിപാടിക്ക് കിട്ടേണ്ട അനുമതിയാണ്. ഇത് സ്വകാര്യമായിട്ടുള്ള സന്ദർശനത്തെ തേടി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പാസ്പോർട്ടും വിസയും ഉണ്ടെങ്കിൽ ഏത് രാജ്യത്തും പോകാവുന്നതാണല്ലോ. നമ്മളിപ്പോൾ സർക്കാർ അനുമതി തേടാം. അപ്പോൾ ഇത് VD സതീശൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും ഈ പൈസ വരുന്നത്? അങ്ങനെ ആയിരിക്കും? അതല്ലല്ലോ കേസ്, അതല്ലല്ലോ അതിൻ്റെ കേസെന്ന് പറയുന്നത്. അതല്ല, പണം പിരിക്കാൻ അനാവശ്യമായിട്ടുള്ള അനുമതി തേടി എന്നുള്ളതാണ് കേസ്. അപ്പോൾ വകുപ്പിൻ്റെ ലംഘനമാണ്. അത് നിയമവിരുദ്ധമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു MLA ആണ്. അതാണ് ഇതിൻ്റെ കേസ്. അതാണ് വകുപ്പ് അതാണ്. പിന്നെ അതിനപ്പുറം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ കേസിൽ അത് പരാമർശിച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം അദ്ദേഹം ഒരു നിയമലംഘനം നടത്തി. ഇതിനെക്കുറിച്ച് വിജിലൻസ് ഒരു വർഷം മുമ്പ് അന്വേഷണം നടത്തിയിരുന്നു. വിജിലൻസ് ആണ് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നത് CBI വരണം, അങ്ങനെ ആവശ്യപ്പെടും. കേൾക്കൂ, ഒരു വർഷം മുമ്പ് നടന്ന അന്വേഷണത്തിന് അവസാനം വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, ലോക്കൽ സ്റ്റാൻഡി ഇല്ല എന്നാണ് പറഞ്ഞത്. അതേ സംഭവം തന്നെയാണ് താങ്കൾ പറഞ്ഞ പോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ വീണ്ടും വിജിലൻസ് അത് പരിധിയെടുത്തിട്ട് ഭരണത്തു നിന്നെടുത്തിട്ട് അട്ടത്തു നിന്നെടുത്തിട്ട് വീണ്ടും ഇതിനകത്ത് ഒരു CBI അന്വേഷണത്തിൻ്റെ മണമുണ്ട്. അതുകൊണ്ട് CBIക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അതായത് അടിക്കാനുള്ള വടി എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നിന്നപ്പോൾ ഒരു പിടിവള്ളി എന്നോണം ഒരു വർഷത്തിന് മുമ്പ് അവസാനിപ്പിച്ച ഒരു അന്വേഷണം വീണ്ടും പൊടി തട്ടിയെടുക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു രസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ വിജിലൻസ് ഡയറക്ടറായിട്ടിരുന്ന ആൾ യോഗേഷ് ഗുപ്തയാണ്. അറിയാമല്ലോ, യോഗേഷ് ഗുപ്തയാണ് കേന്ദ്ര സർവീസിലേക്ക് പോകുന്നതിന് സകലവിധ കുരുക്കുകളും ബാരലകളും കേരള ഗവൺമെൻറ് വെച്ച് അതിൽ അദ്ദേഹത്തെ ഇട്ട് നരകതുല്യമായിട്ട് പീഡിപ്പിച്ചത് എന്ന് നമുക്കറിയാം.
അദ്ദേഹം പില്ലർ ടു പോസ്റ്റ് ആൻഡ് പോസ്റ്റ് പില്ലർ. അവസാനം നമ്മുടെ കേന്ദ്ര ഇതുണ്ടല്ലോ, കേന്ദ്രത്തിൻ്റെ ഒരു ട്രിബ്യൂണൽ, കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു ട്രിബ്യൂണൽ, സെൻട്രൽ ട്രിബ്യൂണൽ, അതിൽ കേസ് കൊടുത്തിട്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടുകൊണ്ട് വിടുതൽ വാങ്ങിക്കൊണ്ട് പോയത്. കാരണം എന്താണ്, മുഖ്യമന്ത്രി ഒപ്പിടണം, മുഖ്യമന്ത്രി ഒപ്പിടാതിരുന്നു. ഒപ്പിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. സർക്കാർ വകുപ്പുകളുടെയൊക്കെ ഒരു രീതി അതാണ്, അതിനൊരു രീതിയുണ്ട്, പ്രോപ്പർ ചാനലുണ്ട്. ആ ചാനലിൽ കൂടി പോവുക. ഈ ചാനലിൽ കൂടെ അല്ല ഇദ്ദേഹം പോയതെന്നുള്ളത് മാത്രമാണ് ഇതിനകത്തെ കേസ്. വകുപ്പുകളുടെ ലംഘനം ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് താങ്കൾ പറഞ്ഞ പോലെ രാഷ്ട്രീയം മണക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയ പാർട്ടികൾ അതിലൊരു ടൈമിംഗ് മണക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതും അതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് വടിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയും, പിന്നെ ഒരു പടി കൂടി കടന്നു പറഞ്ഞ കാര്യം എന്നാൽ തോൽക്കുമെന്നുറപ്പുള്ള LDF ഒരു പിടിവള്ളിയായിട്ട് പിടിവള്ളിയായിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. സാറേ, ഇത് ഈ ഒരു വിഷയം ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന നിരവധി നേതാക്കൾ കോൺഗ്രസിലുണ്ട്. ഇപ്പൊ രമേശ് ചെന്നിത്തല പലവിധ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും മുഖ്യധാരയിൽ എത്താൻ ശ്രമിക്കുന്നു. ഒന്ന് താഴ്ന്നു നിൽക്കുകയായിരുന്നു. KC വേണുഗോപാൽ വീണ്ടും കേരളത്തിൽ സജീവമാകുന്നു എന്ന് പറയുന്നു. MP സ്ഥാനത്തിൽ നിന്ന് മാറി വീണ്ടും മത്സരിച്ച് ആലപ്പുഴയിൽ മത്സരിച്ച് MLA ആയി മന്ത്രിയാകാൻ, മുഖ്യമന്ത്രിയാകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു. VD സതീശനും ഒട്ടും പിന്നിലല്ല. K സുധാകരനൊക്കെ ഭയങ്കര താല്പര്യത്തിൽ നിന്നെങ്കിലും ഇപ്പോൾ പിക്ചറിലില്ല. ഇവർ 3 പേരാണ്, VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും മുൻപന്തിയിൽ മത്സരിച്ച് നിൽക്കുമ്പോൾ VD സതീശനെതിരെ ഇത്തരമൊരു ആരോപണം വരികയും കേസിലേക്ക് പോവുകയും ചെയ്താൽ അത് മറ്റുള്ളവർക്കൊരു അവരുടെ ഒരു വിജയം കൂടെ ആവും. അവർ ഇദ്ദേഹത്തെ ഒതുക്കാൻ എന്നുള്ള ഇപ്പൊ പുറമേ കാണിക്കുന്നില്ലെങ്കിൽ പോലും UDF-ൽ തർക്കമില്ലെന്ന് പറയുന്നു, കോൺഗ്രസിൽ തർക്കമില്ലെന്ന് പറയുമ്പോഴും ഞങ്ങളാകണം, ഞാൻ മതി എന്ന്, എനിക്ക് ശേഷം പ്രളയമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന നിരവധി നേതാക്കന്മാരുള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. അവർക്ക് ഈ നേതാക്കന്മാർക്ക് ഒരു ഉള്ളില് നമുക്കിപ്പോ VD സതീശനെ ഒതുക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന നിലയിൽ ഇവർ മറുപടി പറയാൻ സാധ്യതയുണ്ടോ? ഇവിടെ ഇതിൻ്റെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രിയാവാൻ അതുപോലെ MLA ആവാൻ വേണ്ടിയും ധാരാളം ഭൈമി കാമുകന്മാരുണ്ട്. അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു ശാപവും പ്രശ്നവും, നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ രസാവഹമായ വസ്തുത, ഇപ്പോൾ VD സതീശൻ്റെ ഏറ്റവും വലിയ എതിരാളി അല്ലെങ്കിൽ പ്രതിയോഗിയാണ് നമ്മളീ പറഞ്ഞ KC വേണുഗോപാൽ. ഈ കാര്യത്തിൽ നമ്മൾ നോക്കൂ, ഏറ്റവും ശക്തമായിട്ടും ആദ്യമായിട്ടും പിന്തുണയുമായിട്ട് വന്നിരിക്കുന്നത് KC വേണുഗോപാലാണ്. മനസ്സിലാക്കൂ. അപ്പോൾ KC വേണുഗോപാൽ തന്ത്രമാകാൻ സാധ്യതയുണ്ടോ? പുറമേ കാണിക്കുമ്പോഴും ഉള്ളിലൊരു താല്പര്യം കാണുമല്ലോ. ഒതുക്കാൻ കിട്ടുന്ന ഒരു അവസരം ഇവരാരും കളയാറില്ല. അതെ, കരുണാകരനെ ഒതുക്കിയ നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതെ, ഉമ്മൻചാണ്ടിയെയും അവസരം കിട്ടിയപ്പോൾ ഇവർ ഒതുക്കി. ഉമ്മൻചാണ്ടിയെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഹരിത MLA-മാരുടെ ഒരു ടീം രൂപീകരിച്ച് അതിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു VD സതീശൻ. ഇപ്പൊ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, VT ബൽറാം തുടങ്ങിയ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ യുവതലമുറയെ വാർത്തെടുത്ത് കൊണ്ടുവന്ന് കൈവെള്ളയിൽ വെച്ച് അവരെ ഉപയോഗിച്ചിട്ട് ഒരു ഹരിത MLA-മാരുടെ ടീം ഉണ്ടാക്കി. ഉമ്മൻചാണ്ടിക്കെതിരെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ശക്തമായ നിലപാടുകൾ എടുത്തു പോയ ആളാണ് VD സതീശൻ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ VD സതീശന് ഇത്തരത്തിലൊരു അന്വേഷണം, ഇത് 1 വർഷം മുമ്പ് താഴ്ത്തി വെച്ചതാണ്, വിജിലൻസ് താഴ്ത്തി വെച്ചതാണെങ്കിൽ പോലും ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ശക്തമായ ഒരു പ്രചരണം നടത്താൻ, കുറ്റക്കാരനാണെന്ന് വരുത്തി തീർക്കാനുള്ള, എപ്പോഴും എതിരാളികൾ അങ്ങനെയാണല്ലോ, രാഷ്ട്രീയപരമായിട്ടുള്ള ഇതായിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച് നിന്നവർക്ക് ഒരു പിടിവള്ളിയൂടെ കിട്ടിയതായിരിക്കില്ലേ? നമുക്കത് അങ്ങനെ സംശയിക്കാം. താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരു പാര വെച്ചിട്ടൊരു സുഖിപ്പിക്കൽ, KM മാണിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. സുഖമായിട്ട് അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്തിട്ട് രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ സന്ദർശിക്കാൻ. രാഷ്ട്രീയക്കാരുടെ കാര്യമാണ്, അവരെ നമുക്ക് ഒരിക്കലും അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തന്ത്രത്തിന്റെയും കുതന്ത്രത്തിന്റെയും ഒരു മേഖല തന്നെയല്ലേ? തീർച്ചയായും. അതിനകത്ത് യാതൊരുവിധ വ്യക്തിബന്ധങ്ങളും ഇവര് കണക്കാക്കാറില്ലല്ലോ. അപ്പൊ ഞാൻ എങ്ങനെ രക്ഷപ്പെടണം, എനിക്കെങ്ങനെ മന്ത്രിയാവണം, എനിക്കെങ്ങനെ നാട് ഭരിക്കണം, എനിക്ക് എത്രത്തോളം സമ്പത്തുണ്ടാക്കണം എന്നുള്ള രീതിയിലാണല്ലോ ഇവര്. അങ്ങനെ തന്നെയാണ്, എത്ര ഒളിച്ചു വെച്ചാലും അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമുള്ള നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ VD സതീശനെ അടിക്കാൻ ഒരു വടി കിട്ടിയപ്പോൾ കോൺഗ്രസ്സുകാരും വടിയെടുത്ത് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. തള്ളിക്കളയാൻ പറ്റില്ല.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.